മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന് പിന്നാലെ അപകടമുണ്ടായ പാടത്ത് പരിശോധന നടക്കുകയാണ്. 100-ലധികം പോലീസുകാർ തെരച്ചിലിന്റെ ഭാഗമാകും. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനാണ് ശ്രമം. ദുരന്തഭൂമിയിൽ 300 കിലോ സ്ഫോടക വസ്തുക്കൾ ബാക്കിയുണ്ടെന്ന് കമ്മീഷണർ അറിയിച്ചു. ഇത് ഇന്ന് സ്ഥലത്ത് നിന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റും. അതിനിടെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരും ദേവസ്വം അധികൃതരും പങ്കെടുക്കുന്ന ഉന്നതതല യോഗം തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുകയാണ് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന്. മനീഷ്, എന്തായാലും പോലീസ് ഒരു വ്യാപകമായ പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്നലെയൊക്കെ കടാവർ നായികളൊക്കെ ഉൾപ്പെടുത്തി നടത്തിയ പരിശോധനയിലും ചില ശരീരഭാഗങ്ങൾ കിട്ടി, ഇന്നും ശരീരഭാഗങ്ങൾ കിട്ടി. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ പാടം മുഴുവൻ തന്നെ പരിശോധന നടത്താനാണ് തീരുമാനം. രജിഷ, തീർച്ചയായും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പരിശോധന തുടരുന്നതാണ്. അതായത് ഇവിടെയുള്ള പോലീസ് സംഘത്തെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് 100-ലധികം വരുന്ന പോലീസ് സംഘത്തെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിശോധനയ്ക്കിടയിൽ ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടം കൂടി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മുതൽ നടത്തിയ പരിശോധനയിലും വിവിധ ഭാഗങ്ങളിൽ നിന്നായി ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് നിലവിലിപ്പോൾ പൂർണ്ണമായും പാടവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഇവിടെയുള്ള മുഴുവൻ പോലീസ് സംഘങ്ങളെ ഉപയോഗിച്ച് പരിശോധിക്കുന്നത്. ഇതിൽ പ്രധാനമായ ഉദ്ദേശം ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഈ പാടഭാഗത്തോ ഇതിന്റെ പരിസര ഭാഗത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഇവർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും കണ്ടെത്തുക എന്നുള്ളതിന്റെ ഉദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു പരിശോധന തുടരുന്നത്. ആ പരിശോധന ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നുള്ള ശരീരഭാഗത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പരിശോധന, അത് ഡ്രോൺ അടക്കം ഉപയോഗിച്ച് പോലീസ് സംഘത്തിന്റെ 2 ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചാണ് നിലവിലിപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയും കടാവർ ഡോഗുകളും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് വിഭാഗത്തിൽപ്പെട്ട ഡോഗുകളെയും ഒക്കെ ഉപയോഗിച്ച് തന്നെയായിരുന്നു പരിശോധന തുടർന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് എവിടെയെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ ഇനി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് നിലവിലിപ്പോൾ പോലീസ് സംഘം പരിശോധന തുടരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ശരീരഭാഗങ്ങൾ ഏതെങ്കിലും ഭാഗത്തേക്ക് തെറിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന് നിർണായകമാകുന്ന തെളിവുകൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് കണ്ടെത്തുന്നതിന് ഈ പൂർണ്ണമായും ഈ പരിസരങ്ങൾ പരിശോധിക്കാതല്ലാതെ മറ്റൊരു മാർഗമില്ല. അല്ലെങ്കിൽ മറ്റെല്ലാ തരത്തിലും, അതായത് ഡോഗുകളെ ഉപയോഗിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചൊക്കെ നടത്തുന്ന പരിശോധനയോടൊപ്പം തന്നെ മാൻ പവർ ഉപയോഗിച്ച പൂർണ്ണമായും രീതിയിൽ ഇനി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു അവശിഷ്ടം ഈ ഭാഗങ്ങളിൽ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് നിലവിൽ ഇപ്പോൾ പരിശോധന തുടരുന്നത്. മാത്രമല്ല പോലീസ് പറയുന്ന ഒരു സാധ്യത അടക്കം ഒരു പക്ഷേ ഇത് തറയിലേക്ക് മാത്രമായിരിക്കില്ല, പരിസര പ്രദേശങ്ങളെല്ലാം മരങ്ങളിലേക്ക് അടക്കം ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ശരീരാവശിഷ്ടങ്ങളൊക്കെ തെറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഇഴകീറി പരിശോധനയാണ് നിലവിലിപ്പോൾ ഈ പാടഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമാകുന്നത് 100-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇവരെല്ലാം ചേർന്നാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടത്. ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കണ്ടെത്തിയ ഒരു ശരീരഭാഗത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന എല്ലാ ഭാഗങ്ങളും നടത്തുന്നു. ഈ പാടശേഖരങ്ങൾ മാത്രമല്ല, പാടശേഖരത്തിന് ഭാഗത്തുള്ള തോട്ടങ്ങൾ, അതിന്റെ ഭാഗം, അവിടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തുമ്പോൾ അതേസമയം തന്നെ ഈ വെടിമരുന്നിന്റെ പരിശോധനയും, അതായത് 300-ലധികം വരുന്ന സ്ഫോടകശേഷിയുള്ള വെടിമരുന്നുകൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് രാവിലെ കമ്മീഷണർ പറഞ്ഞത്. അത് എത്രത്തോളം എന്നുള്ളത് കണ്ടെത്തുന്നതിനും അതിന്റെ അളവ് ശേഖരിക്കുന്ന അടക്കമുള്ള ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയും മറുവശത്ത് നടക്കുന്നുണ്ട്. അവരവിടെ അവശേഷിക്കുന്ന ഈ സ്ഫോടക വസ്തുക്കൾ അത് അളന്ന് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം അടക്കം തിട്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് കോടതിയിലേക്കൊക്കെ എത്തുമ്പോൾ എത്ര അളവിൽ ഇവിടെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യക്തമായ തെളിവ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ തെളിവ് നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അവശേഷിക്കുന്ന വെടിക്കോപ്പുകളൊക്കെ ഉണ്ടായിരുന്ന എത്രത്തോളം സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതും അത് അനുമാനിച്ച് ബാക്കി എത്രത്തോളം സ്ഫോടക വസ്തുക്കൾ ഇവിടെ പൊട്ടിയിരിക്കാമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഒരു അന്വേഷണം, അതൊരു ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിലവിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ പരിശോധനയും അതിന്റെ പേരിലുള്ള പരിശോധനയും അതുപോലെ തന്നെ ഇതിന്റെ അളവെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, എത്ര ഭാരമുണ്ടായിരുന്ന അടക്കമുള്ള അളവെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. എന്തായാലും മുഴുവൻ പ്രദേശവും പരിശോധിച്ചെങ്കിൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഇനി ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുള്ളൂ. ആ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിലിപ്പോൾ ഇവിടെയുള്ള മുഴുവൻ പോലീസ് സംഘത്തെ ഉപയോഗിച്ച് പരിശോധന തുടരുന്നത്. ഈ പരിശോധന വൈകുന്നേരം വരെ നീളുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഴുവൻ പരിശോധിച്ച് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും ഈ പരിശോധന അവസാനിപ്പിക്കുക. കാരണം ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ പാടമാണ് എന്ന് പറയുമ്പോൾ പോലും അതിന്റെ ചുറ്റിലും നമുക്ക് കാണാമായി തെങ്ങും വാഴയും ഒക്കെ കൃഷിയുള്ള സ്ഥലങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് അതിനും എത്രയോ ദൂരത്തേക്കാണ് ഈ സ്ഫോടനത്തിന്റെ ഭാഗമായി, പ്രകമ്പനത്തിന്റെ ഭാഗമായി നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥലം. അതുകൊണ്ട് തന്നെ എത്രത്തോളം ദൂരത്തേക്ക് ഇതൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോഴും അങ്ങനെ പോലീസിന് കൃത്യമായി കണക്കുകൂട്ടാൻ പോലും പറ്റാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലേക്കും പോവുകയാണ് പോലീസ്.
രുചിഷ തീർച്ചയായും അതുതന്നെയാണ് ഈ ഒരു തെരച്ചിലിൻ്റെ, അതായത് പോലീസ് സംഘത്തെ ഉപയോഗിച്ച് പൂർണ്ണമായും മൊത്തം തരത്തിലേക്കുള്ള പരിശോധനകളുടെ പ്രധാന ഉദ്ദേശം തന്നെ ഇതാണ്. നമുക്ക് കാണാൻ കഴിയും ഈ പാർശ്വത്തോട് ചേർന്ന് തന്നെ വലിയ രീതികളിൽ പുല്ലുകളൊക്കെ തന്നെ വളർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശരീരാവശിഷ്ടങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ഒരുപക്ഷേ ഈ ഡ്രോൺ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഫോഴ്സിലുള്ള നായ്ക്കളെ കൊണ്ടോ ഒക്കെ കണ്ടെത്താൻ കഴിയാത്തൊരു തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കാരണവശാലും അത്തരത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് മിസ്സാകാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ പരിശോധന തുടരുന്നത്. ഇതൊരു കണ്ട പ്രദേശമാണ്. ഇതിൽ പാടം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഭാഗങ്ങളിൽ മറ്റ് കൃഷികളുണ്ട്. അതിപ്പോൾ തെങ്ങായെങ്കിലും മറ്റ് ഇടവിള കൃഷികളൊക്കെ തന്നെ ഇവിടെ നടന്നു വരുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെയുള്ള ഒരു പരിശോധന പോലീസ് സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ പരിശോധന പൂർണ്ണമായും നടത്തിയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ള കണ്ടെത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇവിടുത്തെ പരിശോധന എന്തായാലും പോലീസ് അവസാനിപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഒരു പരിശോധന നടത്തുന്നത്. പ്രത്യേകിച്ച് എത്ര ദൂരത്തേക്ക് വരെ തെറിച്ച് പോയേക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ, അല്ലെങ്കിൽ അതിനൊരു ശാസ്ത്രീയമായ ഒരു അനുമാനം നൽകാൻ ഇപ്പോൾ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം അത്രയേറെ രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ദൂരത്തിലെല്ലാം തന്നെ പരിശോധന നടത്തുക, അവിടെ ഒന്നും തന്നെ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കണ്ടെത്തുക, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് മുമ്പിലുള്ളത്. ഒരു ശ്രമകരമായ ജോലിയാണ്. എന്തായാലും പോലീസ് സംഘം വളരെ കാര്യമായി തന്നെ ഓരോ ഇഞ്ചും അരിച്ചു പെറുക്കിയിട്ടുള്ള ഒരു പരിശോധനയാണ് നിലവിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പാടഭാഗത്തെ പരിശോധനകൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ സമീപ പ്രദേശങ്ങളിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ നിരവധി കാടുകളുണ്ട്, വാഴയും അതുപോലെ തന്നെ തെങ്ങും അടക്കമുള്ള പല കൃഷികളുണ്ട്. ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും കൂടി അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള തിരിച്ചിൽ കൂടിയാണ് നിലവിലിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ ദൂരത്തിലേക്ക് ഉയരത്തിലേക്കൊക്കെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ തെറിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഏതെങ്കിലും മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ ഇനി ഉണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് നിലവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സഹായമായി പോലീസിൻ്റെ 2 ഡ്രോണുകളും ഈ ഒരു തെരച്ചിലിൻ്റെ ഭാഗമായി ഇവിടെയുണ്ട്. എന്തായാലും പരിശോധനകൾ തുടരുകയാണ്. ഈ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം പോലീസ് സംഘം ഈ സ്ഥലത്തിൻ്റെ സുരക്ഷ മുഴുവനായും ഏറ്റെടുക്കും. രജീഷ്.